മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം സങ്കീർത്തനം 90:12, The book of Psalms chapter 90 verse 12. ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. ആയുസ്സിന്റെ ദിവസങ്ങളെ എണ്ണി ഈ ജീവിതത്തിന് അന്ത്യമുണ്ടെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നവർ ജ്ഞാനികളായിരിക്കും. ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു എന്ന് സങ്കീർത്തകൻ പാടുമ്പോൾ തന്റെ മനസ്സിൽ അലയടിക്കുന്ന ചിന്തകൾ നമ്മുടെ ഉള്ളിലും മാറ്റൊള്ളിക്കൊള്ളേണ്ടതാണ്. ക്രൈസ്തവൻ ഈ ചിന്തയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ അതിനെ ഭയപ്പെടുകയോ ചെയ്യേണ്ടവനല്ല. മരണത്തെ ജയിച്ച ഈശോയുടെ സഹിത്വവും ബന്ധവും സ്ഥാപിച്ചാൽ നമുക്ക് ഭയപ്പെടാതെ മരണത്തെ അഭിമുഖീകരിക്കും. പലരുടെയും ചിന്ത മരണം തങ്ങൾക്കടുത്ത കാലത്തെങ്ങും സംഭവിക്കുകയില്ലെന്നാണ്. വിദൂര ഭാവിയിലെങ്ങോ സംഭവിക്കാനിരിക്കുന്ന ഒരു സംഭവമെന്നാണ് ധാരണ. കഴിഞ്ഞ വർഷങ്ങൾ കടന്നുപോയതുപോലെ വരുവാനുള്ള വർഷങ്ങളും കടന്നുപോകും. പ്രതീക്ഷിക്കാതെ സമയം വന്ന് സംഭവിക്കുന്ന ഒരു അനുഭവമാണ് മരണം. റാഫേൽ എന്ന ചിത്രകാരൻ മരുരൂപ മലയുടെ ചിത്രം ക്യാൻവാസിൽ വരയ്ക്കുകയായിരുന്നു. അത് പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 37ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണത്തെ നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുപോയ ഘോഷയാത്രയിൽ ചില സ്നേഹിതർ ചേർന്ന് അപൂർണമായ ആ ചിത്രവും വഹിച്ചുകൊണ്ടുപോയി. ആയുസ് അവസാനിക്കുന്ന സമയം ഏതാണെന്ന് ആർക്കും അറിയുവാൻ സാധിക്കുകയില്ല. ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നിശ്ചയമായി പറയുവാൻ സാധിക്കുന്ന ഏക സംഗതി മരണമാണ്. അതേപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. അത് നമ്മെ ജ്ഞാനികളാക്കും. മരണം ഏത് സമയത്തും സംഭവിക്കാമെന്നുള്ള ബോധ്യമുള്ളയാൾ സമയം നഷ്ടപ്പെടുത്തുവാനും തെറ്റായ ജീവിതപാതയിൽ ചരിക്കുവാനും മടിക്കും. കാലം പരിമിതമായതിനാൽ ഒരു നിമിഷം പോലും നമുക്ക് നഷ്ടപ്പെടുത്തുവാനില്ല. അതെ, മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമില്ല. Death is sure, but time is not sure. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.